നഗരവികസനത്തിൽ എന്നും ഒന്നാമതാണ് തിരുവനന്തപുരം നഗരസഭ. ആറ്റുകാൽ പൊങ്കാല മഹോത്സവമായതോടെ ക്ഷേത്ര പരിസരത്തെ റോഡുകളും നഗരസഭ നവീകരിച്ചു കഴിഞ്ഞു. ഇട റോഡുകൾ ഉൾപ്പെടെ എല്ലാ റോഡുകളുടെയും പണി പൂർത്തിയായതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ. ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇത്തവണ കൂടുതൽ സൗകര്യങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയും സർക്കാരും ഒരുക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ക്ഷേത്ര പരിസരത്തുള്ള ഈ നവീകരിച്ച റോഡുകളാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം തുടങ്ങി ഭക്തജന തിരക്കുമേറി. എന്നാൽ ഇനി ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലെത്താൻ പഴയതുപോലെ അത്ര കഷ്ടപ്പെടേണ്ടി വരില്ല. ക്ഷേത്ര പരിസരത്തെ എല്ലാ റോഡുകളും തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ നവീകരിച്ചതോടെ വലിയ ആശ്വാസത്തിലാണ് ജനങ്ങൾ. എല്ലാ വെള്ളക്കെട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും വെള്ളക്കെട്ടാണ്. എല്ലാം വെള്ളക്കെട്ടാണ്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഓട കെട്ടി നന്നാക്കി. ഇപ്പം എല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടി പോവാം. ഭക്തജനങ്ങൾക്ക് നല്ല സൗകര്യമായി. മറ്റേ സാധാരണ കാല് തട്ടിയും കൈ തട്ടിയൊക്കെ അങ്ങോട്ട് പോകാറുണ്ട്. മഴ പെയ്യുമ്പോൾ സ്കിറ്റ് ഇത് അങ്ങനെയല്ല. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ കണ്ട അതേ ഫീലിങ്ങിലുള്ളൊരു വർക്കാണ്. വളരെ തൃപ്തികരമായ ഒരു വർക്കായിരുന്നു. ഐരണിമുട്ടം, കിള്ളിപ്പാലം തുടങ്ങി ക്ഷേത്ര പരിസരത്തുള്ള എല്ലാ ഇട റോഡുകളുടെയും പണി പൂർത്തിയാക്കിയതോടെ നഗരവികസനത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഒരു മാസം നീണ്ടുനിന്ന പ്രവർത്തനമായിരുന്നു. നാച്ചുറൽ സ്റ്റോൺ അടക്കം പാകിയാണ് നമുക്ക് ഈ വർക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ വളരെ നല്ല രൂപത്തിൽ ടാർ ചെയ്ത് മനോഹരമാക്കിയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പൊങ്കാലയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങളിൽ മാത്രമല്ല, പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനത്തിലും നഗരസഭ മുൻപന്തിയിലാണ്. മണിക്കൂറുകൾക്കകമാണ് തിരുവനന്തപുരം നഗരം പഴയപടിയിലായി എത്തിക്കുന്നത്. ഒരു പരാതിക്ക് ഇടവരാത്ത രൂപത്തിലേക്കുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പൊങ്കാലയുടെ അന്ന് പൊങ്കാല അർപ്പിച്ചിട്ട് ആളുകൾ തിരിച്ച് ഭക്തജനങ്ങൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു നഗരം വളരെ മനോഹരമായി പഴയ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് തിരുവനന്തപുരം നഗരസഭയുടെ വിജയം തന്നെയാണ്. തിരുവനന്തപുരം നഗരത്തിൽ എന്ത് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചാലും നഗരം എപ്പോഴും ക്ലീനാക്കാൻ നഗരസഭാ ജീവനക്കാരും ഹരിതകർമ്മസേനയും എപ്പോഴും സജ്ജമാണ്. അതുതന്നെയാണ് നഗരത്തിന്റെ പ്രധാന പ്രത്യേകതയും. നഗരവാസികൾക്കായുള്ള ഇത്തരം മികവുറ്റ പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയെ എന്നും ഒന്നാമതായി നിലനിർത്തുന്നത്. ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.